ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുറുക്ക് കാളനാണ്, അഥവാ സദ്യക്ക് എടുക്കുന്ന കുറുക്ക് കാളൻ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇവിടെ ചേനയും പച്ചക്കായുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കായാണെങ്കിലും ഏത്തക്കായാണെങ്കിലും ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടി ഒരു 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 മീഡിയം സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇത് 4 സാധനങ്ങളും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചേനയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ കാളൻ നമ്മൾ സദ്യക്കാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ നമ്മൾ തൊടുകറിയായിട്ടും നമ്മൾ വീട്ടിൽ അല്ലാതെയും തയ്യാറാക്കാറുണ്ട്. കൂടുതലും ഇത് സദ്യക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വേവിച്ചതിന് ശേഷം വരാം. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് അവിടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ എന്തോരം ചേർത്തിട്ടുണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് കുറുകി വരണം കേട്ടോ. ഈ തൈരൊക്കെ ഒന്ന് ഉടഞ്ഞ് കുറുകി വരണം. നമ്മുടെ ചേനയിലും ഇതിലൊക്കെ ഒന്ന് പിടിച്ച് വരണം. ശരിക്കും പറഞ്ഞാൽ തൈര് ചൂടാക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ കാളൻ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. തൈര് നല്ലതുപോലെ ഒന്ന് വെന്ത് പിരിഞ്ഞു പോകാതെ നമ്മളൊന്ന് ഇളക്കി എടുക്കണം. ഇത് നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ പിരിഞ്ഞ് വരാതെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കുക. ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ അരച്ചത് ചേർക്കുന്നത് തേങ്ങയ്ക്കകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങയ്ക്കകത്ത് ജീരകവും പച്ചമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അരച്ചിട്ട് നമ്മൾ ഈ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ ദാണ്ടേ നമ്മുടെ തൈര് ചേർത്തതൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അതിലേക്ക് നമ്മുടെ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി ചേർത്ത് അരച്ചത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം. അതും കൂടി അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കാളനെന്ന് പറഞ്ഞാൽ നല്ല കുറുകിയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ വേർഷൻ തന്നെയാണ് പുളിശ്ശേരിയും. അപ്പോൾ ഇതൊരു നമ്മുടെ സദ്യക്ക് കൂട്ടായിട്ട് എടുക്കുന്നൊരു കൂട്ടുകാളൻ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മളൊന്ന് കുറുക്കിയെടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ കറി കുറുക്ക് കാളൻ റെഡിയായി. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ ഉള്ളിയും മുളകും കറിവേപ്പിലയും കടുകും ഒക്കെ ഇട്ട് നല്ലതുപോലെ താളിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ റെഡിയായി. ഇത് സദ്യക്ക് മാത്രമല്ല അല്ലാതെ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടണം കേട്ടോ. ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉലുവാപ്പൊടിയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കുറുക്ക് കാളൻ റെഡി. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടനും കൂടി അമർത്തണേ. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.